നമസ്കാരം. പ്രധാന വാർത്തകൾ. ശരണമന്ത്രധ്വനികളുമായി മണ്ഡലകാല വ്രതാരംഭത്തിന് ശനിയാഴ്ച തുടക്കം. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെർപ്പശ്ശേരി അയ്യപ്പൻകാവ് ഭക്തരെ വരവേൽക്കാൻ ഒരുങ്ങി. പാണ്ടിക്കാട് പൂളമണ്ണയിൽ വീണ്ടും മോഷണ ശ്രമം. ഹാർഡ്വെയേഴ്സ് കടയുടെ പൂട്ട് തകർത്ത നിലയിൽ പ്രദേശത്ത് മോഷണം പതിവാകുന്നതിൽ പ്രതിഷേധം ശക്തം. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. നദികളിൽ കെട്ടിക്കിടക്കുന്ന മണൽ വാരാൻ നടപടികൾ വേഗത്തിലാക്കണമെന്നും അസോസിയേഷൻ. പട്ടാമ്പി നിളയോരത്തെ ടൗൺ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. പാർക്കിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികൾ തുടങ്ങി. അടുത്ത മാസം പാർക്ക് തുറന്നു നൽകിയേക്കും. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം. കിടപ്പലത്ത് നടന്നുവന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. ശരണമന്ത്രധ്വനികളുമായി മണ്ഡലകാല വ്രതാരംഭത്തിന് ശനിയാഴ്ച തുടക്കമാവുകയാണ്. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെർപ്പശ്ശേരി അയ്യപ്പൻകാവും മണ്ഡലകാല ഉത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വൃശ്ചികപ്പുലരിയിൽ ശബരിമലയ്ക്ക് മാലയിടാനും കെട്ടുനിറയ്ക്കുമായി ആയിരങ്ങൾ ഇവിടെയെത്തും. അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് ചെർപ്പശ്ശേരി അയ്യപ്പൻകാവ്. ശരണമന്ത്രമുഖരിതമായ മണ്ഡലകാലത്തെ വരവേൽക്കാൻ മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെർപ്പശ്ശേരി അയ്യപ്പൻകാവ് ഒരുങ്ങി. ശബരിമലയ്ക്ക് മാലയിടാനും കെട്ടുനിറയ്ക്കുമായി ആയിരക്കണക്കിന് ഭക്തർ ഇനിയുള്ള നാളുകളിൽ ഇവിടെയെത്തും. ഇത്തവണ വൃശ്ചികം 1 30 ശനിയാഴ്ചയും ഒരുമിച്ച് വന്നതോടെ ഭക്തരുടെ തിരക്ക് കൂടും. ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ തന്ത്രിപൂജയും നവകം പഞ്ചഗവ്യം എന്നിവയും ഉണ്ടാകും. മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനാകും. 41ാമത്തെ ദിവസം വിശേഷാൽ കളഭാഭിഷേകവും എല്ലാ ദിവസവും വിശേഷാൽ ചുറ്റുവിളക്ക്, വിശേഷാൽ തീയാട്ട എന്നിവ നടക്കും. അയ്യപ്പ ഭക്തർക്ക് മാലയിടുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനും വിപുലമായ സൗകര്യം മുൻ വർഷത്തേതുപോലെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലൊരുക്കിയിട്ടുണ്ട്. വൃശ്ചികം 1 മുതൽ 12 ദിവസം അയ്യപ്പ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഉണ്ടാകും. നമ്മുടെ നാളത്തെ പ്രത്യേക ദിവസം കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണ പ്രത്യേകത പറഞ്ഞ പോലെ തന്നെയാണ്. നാളെ 1-ാം തീയതിയാണ്, 30 ശനിയാഴ്ചയാണ്. ആ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഭക്തജനങ്ങൾക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്യാന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ള നിലയ്ക്ക് വളരെ മുൻപ് തന്നെ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ നമുക്കതിന് വഴി പോലെ ഓരോന്ന് ചെയ്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനാണ് ദേവസ്വം ഉദ്ദേശിക്കുന്നത്. നാളെ തൊട്ട് തുടർച്ചയായിട്ട് നാളെ പുലർച്ചെ 4:30-ക്ക് നട തുറക്കും. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ 4:30-ക്ക് പുലർച്ചെ നട തുറന്ന പിന്നീട് ചടങ്ങുകൾ ആരംഭിക്കുകയായി. പിന്നീട് 7 മണിക്ക് 7 മണിക്ക് ശേഷം തുടർച്ചയായിട്ട് 41 ദിവസം നിൽക്കുന്ന തീയാട്ടിനുള്ള ഒരുക്കങ്ങളായി. തീയാട്ട് 41 ദിവസമുണ്ട്. പിന്നെ 12 ദിവസം നവകപഞ്ചഗവ്യങ്ങളുണ്ട്. നവകപഞ്ചഗവ്യാഭിഷേകം 12 ദിവസം കഴിഞ്ഞ് 13ാമത്തെ ദിവസം കളഭാഭിഷേകം. അതുകൂടാതെ ഈ 12 ദിവസങ്ങളും നമ്മൾ തുടക്കത്തിൽ പ്രഭാത ഭക്ഷണം ഭക്തജനങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ദേവസ്വവും ജീവനക്കാരും ഭക്തജനങ്ങളും കൂടി സംയുക്തമായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കുറവ് വരുന്ന അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്രാവശ്യം പൊതുവെ നമ്മൾ കാണുന്നത് നല്ല തിരക്കാണ് കാണുന്നത്. അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും അവർക്ക് വേണ്ട ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ ചെയ്യുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിനകത്തും പുറത്തും ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ സംയോജിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. മണ്ഡലകാലത്തെ വരവേൽക്കാൻ അയ്യപ്പൻകാവിന് സമീപത്തെ വ്യാപാരികളും ഒരുങ്ങിക്കഴിഞ്ഞു. മാലയും മുണ്ടും കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങളുമെല്ലാമായി ഇവരും മണ്ഡലകാലത്തെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ശനിയാഴ്ചയും 1-ാം തീയതിയുമായി വരുന്നത്. എല്ലാ വർഷത്തേക്കാളും ഒരു ആവേശം കാണുന്നതായിട്ടാണ് തോന്നുന്നത്. കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം കുറച്ച് ഭേദപ്പെട്ട, അതിനേക്കാളും കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ സ്വാമിമാരുടെ പ്രതികരണം കാണുന്നത്. അയ്യപ്പൻകാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവ് ലാമാസത്തിലൊന്നും ഇങ്ങനെ ഇത്ര തിരക്ക് വരാറില്ല. ലാമാസത്തിൽ തന്നെ നല്ല തിരക്ക് വരികയും ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഏകദേശം കണക്ക് പ്രകാരം ചെർപ്പശ്ശേരി അയ്യപ്പൻകാവിൽ തന്നെ ഒരു 600-700 പേര് പോയിട്ടുണ്ട്. 3-4 ബസ്സും സ്വന്തം വണ്ടികളുമായിട്ട്. സാധാരണ തുലാമാസം ലാസ്റ്റ് കാലങ്ങളിലൊന്നും ഇത്ര ആളുകൾ പോക്കില്ല. ഇപ്രാവശ്യം ഒരു സാധാരണ 100-200 പോണത് 400-500-600 മുകളിൽ പോകാന്ന് പറയുമ്പോൾ തന്നെ ഭക്തർ. പിന്നെ എല്ലാവരും ഇപ്രാവശ്യം നേരത്തെ പോകുന്നൊരു ചുറ്റുപാടിലാണ്
അത് അവിടുത്തെ വർഷക്കും പ്രശ്നങ്ങളൊക്കെ പേടിച്ച് തിരക്കും പേടിച്ച് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം മണിക്കൂറുകൾ കാത്തു നിന്നാണല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ നേരത്തെ പോകുന്നത്. പിന്നെ എല്ലാ ഇടമാസങ്ങളിലും ഇപ്പോൾ ധാരാളം ആൾ പോകുന്നുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ ഒരു വർഷത്തെ പ്രതീക്ഷയാണ് ഈ കാത്തിരിക്കുന്നത്. പാണ്ടിക്കാട് പൂളമണ്ണയിൽ വീണ്ടും മോഷണ ശ്രമം. ടൗണിലെ ന്യൂ ചോയ്സ് ഹാർഡ്വെയർസിന്റെ പൂട്ട് തകർത്തതായി പരാതി. കഴിഞ്ഞ 1.5 മാസത്തിനിടെ പൂളമണ്ണയിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിലും ഒരു വീട്ടിലും ക്ഷേത്രത്തിലും മോഷണം നടത്തിയവരെ കണ്ടെത്താത്തതിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് വീണ്ടും മോഷണ ശ്രമം നടന്നത്. പൂളമണ്ണ ടൗണും പരിസരവും കേന്ദ്രീകരിച്ച് മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും തുടർക്കഥയായിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ 2 വ്യാപാര സ്ഥാപനങ്ങൾ, ഒരു വീട്, ഒരു ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഇതിന്റെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ടൗണിലെ ന്യൂ ചോയ്സ് ഹാർഡ്വെയർസിൽ മോഷണ ശ്രമം നടന്നത്. കടയുടമ കണ്ണംകുളം ജോസ് രാവിലെ എത്തിയപ്പോഴാണ് പൂട്ടുകൾ തകർത്ത നിലയിൽ കണ്ടത്. എന്നാൽ എന്തോ കാരണവശാൽ ശ്രമം ഉപേക്ഷിച്ചതാകാം എന്നാണ് നിഗമനം. ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇവിടെ 2 കടകളും ഒരു വീടും കുത്തി തുറന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കട തുറക്കാൻ വരുമ്പോൾ ഇവിടെ പൂട്ട് അടിച്ചു പൊട്ടിച്ചതായിട്ടാണ് കാണുന്നത്. ഇവിടെ വേറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ശ്രമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പോലീസുകാർ ഇവിടെ റോന്തി ചുറ്റുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ അവരുടെ കണ്ണിലും പെട്ടിട്ടില്ല. ഇവിടെ പരിസരത്തുള്ളവരാരെങ്കിലും ആകുമെന്നാണ് എനിക്ക് വിശ്വാസം. അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നയാളിങ്ങനെ വന്ന് ചെയ്യാൻ സാധ്യത കാണുന്നില്ല. പുറത്തുനിന്നൊരാൾ ഇത്രയും ചെറിയൊരു അങ്ങാടിയിൽ വന്ന് മോഷണം നടത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ട് പരിസരത്തുള്ളവരാകുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. ജോസിന്റെ പരാതിയിൽ പാണ്ടിക്കാട് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് പ്രതിസന്ധിയാകുന്നതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുണ്ടൂർ മേഖലാ സമ്മേളനം. കല്ലടിക്കോട് ചുങ്കം വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നദികളിൽ കെട്ടിക്കിടക്കുന്ന മണൽ വാരാൻ ഉത്തരവിറങ്ങിയിട്ടും മണലെടുപ്പ് വേഗത്തിലാക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, വിലകയറ്റം എന്നിവ കാരണം നിർമ്മാണ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധി നിലനിൽക്കുന്നതായും കയറ്റിറക്ക് മേഖലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് സർക്കാർ തയ്യാറാകണമെന്നും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുണ്ടൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കുറേ ആളുകളൊക്കെ കുറേ വാക്കുകളൊക്കെ പറയും, എനിക്ക് തൊഴിലില്ല, എൻ്റെ തൊഴിലാളികളുടെ തൊഴിലില്ല, അതുകൊണ്ട് ഞാനത് ചുരുക്കിയെടുക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ പണിയെടുക്കാൻ കഴിയുന്നവനും പണിയെടുക്കാൻ കഴിയാത്തവനും നല്ല ഐഡിയൊക്കെ ഉണ്ടാവും തലയിൽ. പക്ഷെ അത് പ്രയോഗിക്കാൻ കഴിയണ്ടേ? തട്ടിന് മുകളിൽ കയറിയിട്ട് അല്ലെങ്കിൽ ചെങ്കല്ല് കെട്ടാണ് ഇത് കഴിയണ്ടേ? അദ്ദേഹം 100 രൂപ പറഞ്ഞാൽ, ഞാൻ ഉദാഹരണമായിട്ടോ 100 രൂപ നല്ല റേറ്റ് ഇതിൻ്റെയൊക്കെ മുകളിലാണ്, ഞാൻ അത് ചിന്തിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് 100 അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഇറങ്ങിപ്പോണ്ട. മെമ്പർഷിപ്പ് ക്യാമ്പയിനും അനുമോദന സദസ്സും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു. മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ PU സുഹൈൽ ക്ലാസ് എടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. രക്ഷാപ്രവർത്തനം നടത്തിയ റെയിൽവേ പോലീസിലെ VM ഷക്കീർ, ശില്പി കോങ്ങാട് ഹരിദാസ്, വിവിധ പരീക്ഷാ വിജയികൾ എന്നിവരെ ആദരിച്ചു. പട്ടാമ്പി നിളയോരത്തെ ടൗൺ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. പാർക്കിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾ തുടങ്ങി. അടുത്ത മാസത്തോടെ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ ടൗൺ പാർക്കിന്റെ 2ാം ഘട്ട പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. 2ാം ഘട്ടം പൂർത്തിയായാലേ പാർക്ക് തുറന്നു കൊടുക്കാനാകൂ. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2ാം ഘട്ട പ്രവൃത്തികൾ നടക്കുന്നത്. 1ാം ഘട്ടത്തിനായി MLA അനുവദിച്ച 90 ലക്ഷം രൂപയുടെ പണികൾ നേരത്തെ പൂർത്തിയായതാണ്. ചെറുകിട ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പണി നടന്നത്. പഴയകടവ് പാതയ്ക്കും ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പാലത്തിന്റെ കിഴക്കുഭാഗത്തുമുള്ള പുറമ്പോക്ക് ഭൂമി പ്രയോജനപ്പെടുത്തിയാണ് 1/4 കിലോമീറ്റർ നീളത്തിലുള്ള നിർദ്ദിഷ്ട പാർക്ക് പണിതത്. പ്രവേശന കവാടം, ഇരുഭാഗത്തും സംരക്ഷണ ഭിത്തികൾ, പുഴ കാണാവുന്ന വിധത്തിൽ പുഴയോര ഭിത്തിയിൽ കൈവരികൾ, പ്രഭാത സായാഹ്ന നടത്തത്തിനായുള്ള 240 മീറ്റർ നീളത്തിലുള്ള നടപ്പാത എന്നിവയെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു. 2ാം ഘട്ടത്തിൽ ഇരിപ്പിടങ്ങൾ, തുറന്ന ജിംനേഷ്യം, കുട്ടികൾക്ക് കളിക്കാനും വിനോദത്തിനുമുള്ള ഉപകരണങ്ങൾ, ഓപ്പൺ തിയേറ്റർ, വായനയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ എന്നിവയെല്ലാം ശരിയാക്കാനുണ്ട്. ഇതിനാവശ്യമായ ഉപകരണങ്ങളും ഒരുക്കും. അടുത്ത മാസം പാർക്ക് തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു പാർക്ക് എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. MLA ഫണ്ടിൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് 90 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ 2ാം ഘട്ടത്തിന് 50 ലക്ഷം രൂപ രണ്ടാമതായി 2023-24 ഫണ്ടിലും അനുവദിച്ചു.
ആ 2 ഘട്ടമായിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം മുനിസിപ്പാലിറ്റി ഈ സ്ഥലം കയ്യേറ്റം ഒഴിപ്പിച്ച് തരികയും അതിൻ്റെ ഭാഗമായി MLA ഫണ്ട് വെച്ചുകൊണ്ട് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 2ാം ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോഴാണ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പാർക്ക് എന്നുള്ള നിലക്ക് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഇടമായി മാറുക. അപ്പോൾ ഈ 2ാം ഘട്ടം നടക്കുന്ന വർക്കുകളിൽ പ്രധാനമായിട്ടും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ നമുക്കറിയാം എത്ര വെട്ടിക്കഴിഞ്ഞാലും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെടികളൊക്കെ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ ഇക്വിപ്മെൻറ്റ്സ് വരാൻ പോവുകയാണ്. അത്യാവശ്യം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളടക്കമുള്ള ഇക്വിപ്മെൻറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈനും കൂടി വരും. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി ടൗണിൽ ഈ തിരക്കിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ഒന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഒന്ന് ലൈഷർ ടൈം എന്നുള്ള നിലയ്ക്ക് ഇരിക്കാൻ കുട്ടികൾക്ക് ഒരു പാർക്കിൻ്റെ സൗകര്യം കൂടി ഉണ്ടാവും. അത്യാവശ്യം കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള എക്യുപ്മെൻറ്റ്സ് കൂടി MLA ഫണ്ടിൽ ഇവിടെ യാഥാർത്ഥ്യമാകും. അപ്പോൾ അത്യാവശ്യം വന്നിരിക്കാനും കുട്ടികളെ കൊണ്ടും കുടുംബമായി വന്നിരിക്കാനും കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇടം എന്നുള്ള നിലക്കാണ് നമ്മളിത് MLAയുടെ നേതൃത്വത്തിൽ പാർക്കിലെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. പാർക്കിലെ ചുമരുകളിൽ വർണ്ണചിത്രങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഒഴിവുവേളകളിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇടം എന്ന നിലയിലാണ് ടൗൺ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഷൊർണൂർ സെന്റ് തെരേസാസ് HSSന് ഓവറോൾ കിരീടം. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമത്. ചളവറ HSS 3ാം സ്ഥാനം നേടി. വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 4 ദിവസങ്ങളിലായി ഷൊർണൂർ ഉപജില്ലാ കലോത്സവം നടന്നത്. 516 പോയിന്റ് നേടിയാണ് ഷൊർണൂർ സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. 2ാം സ്ഥാനക്കാരായ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് 434 പോയിന്റും 3ാം സ്ഥാനം നേടിയ ചളവറ HSSന് 421 പോയിന്റും ലഭിച്ചു. LP ജനറൽ വിഭാഗത്തിൽ ഷൊർണൂർ സെന്റ് തെരേസാസ് സ്കൂൾ 63 പോയിന്റ് നേടി 1ാമതെത്തി. 61 പോയിന്റ് നേടിയ AUPS ചളവറയാണ് രണ്ടാമത്. 60 പോയിന്റ് നേടി വല്ലപ്പുഴ OALP സ്കൂൾ 3ാം സ്ഥാനത്തെത്തി. UP ജനറൽ വിഭാഗത്തിൽ AUPS ഇരുമ്പാലശ്ശേരി, ഷൊർണൂർ സെന്റ് തെരേസാസ് സ്കൂൾ, GHS വാടാനാംകുറിശി എന്നീ സ്കൂളുകൾ 78 പോയിന്റുകൾ നേടി 1ാം സ്ഥാനം പങ്കിട്ടു. HS ജനറൽ വിഭാഗത്തിൽ വല്ലപ്പുഴ HSS 223 പോയിന്റ് നേടി 1ാമതെത്തി. 211 പോയിന്റോടെ ഷൊർണൂർ സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും 181 പോയിന്റോടെ HSS ചളവറ 3ാമതുമെത്തി. ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ GHS വാടാനാംകുറിശി 171 പോയിന്റ് നേടി 1ാമതെത്തി. HSS ജനറൽ വിഭാഗത്തിൽ 171 പോയിന്റോടെ GHSS വാടാനാംകുറിശി, HSS ചളവറ എന്നിവർ 1ാം സ്ഥാനത്തെത്തി. 164 പോയിന്റോടെ ഷൊർണൂർ സെന്റ് തെരേസാസ് സ്കൂൾ 2ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം AEO BT ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് ട്രോഫികളും ചടങ്ങിൽ നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപന ദിവസവും വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു. 5 ദിവസങ്ങളിലായി എടപ്പലം PTM എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടത്തി വന്നിരുന്നത്. മേളയ്ക്ക് സമാപനമായി. ഉപജില്ലയിലെ 78ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 8000ഓളം പ്രതിഭകളാണ് മേളയിൽ പങ്കെടുത്തത്. സമാപന ദിവസം 9 വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിച്ചത്. പോലെയുള്ള ക്യാമ്പയിനുകൾ, കേരള ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങൾ, ക്ലീൻ കേരള പദ്ധതി എന്നിവ നമുക്ക് ഒത്തുചേർന്ന് ഏറ്റെടുത്ത് വിജയിപ്പിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കാൻ അക്ഷീണ പ്രയത്നം നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യാം. ചവിട്ടുനാടകം, നാടോടി നൃത്തം, ചെണ്ടമേളം, ഗാനാലാപനം, പ്രസംഗം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു.
പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ താരമായ ശ്രേയ ഹരി പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലും താരമായി. മാപ്പിളപ്പാട്ടിലും ലളിതഗാനത്തിലും കവിതാ ആലാപനത്തിലുമാണ് ഈ കൊച്ചുമിടുക്കി പ്രകടനം കാഴ്ചവെച്ചത്. ക്ലാസ് മുറിയിലെ പാട്ടുകാരി സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കലോത്സവ വേദിയിലും താരമാണ്. വിളിയൂർ കണ്ടേങ്കാവ് ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരി ശ്രേയ ഹരിയാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലെ വാനമ്പാടിയായി മാറിയത്. LP വിഭാഗം മാപ്പിളപ്പാട്ടിലും ലളിതഗാനത്തിലും ശ്രേയ ഹരിക്കാണ് ഫസ്റ്റ് A ഗ്രേഡ്. കവിതാ ആലാപനത്തിൽ A ഗ്രേഡ് ലഭിച്ചു. ദേശഭക്തി ഗാനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കഴിഞ്ഞ വർഷം ക്ലാസ് മുറിയിലിരുന്ന് ശ്രേയ ഹരി പാടിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഇതിനെ വെല്ലുന്ന പ്രകടനമാണ് ശ്രേയ കലോത്സവ വേദിയിലും കാഴ്ചവെച്ചത്. ടെലിവിഷൻ ഷോകളിലും ശ്രേയ ഹരി പങ്കെടുത്തിട്ടുണ്ട്. നിളയുടെ നിർമ്മല നീതടത്തിൽ ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും. നിളയുടെ നിർമ്മല നീതടത്തിൽ തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു. കഥനങ്ങൾ മഞ്ഞളൂർ സുരേന്ദ്രന്റെ ശിക്ഷണത്തിലാണ് ശ്രേയ പാട്ട് പഠിക്കുന്നത്. വിളിയൂർ കണ്ടേങ്കാവ് പാറക്കാട്ടുതോടി ഹരീഷ് രേഖ ദമ്പതികളുടെ മകളാണ്. ഹൃദ്യ ഹരി, അത്യൻ ഹരി എന്നിവർ സഹോദരങ്ങളാണ്. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ KV കാർത്തികേയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സമ്മേളനം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിലാണ് KV കാർത്തികേയൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ വ്യത്യസ്ത കളങ്ങളിൽ തളച്ചിടുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുന്ന ഒരു കാലത്ത് കളങ്ങൾ ധാരാളമുണ്ട്. ജാതിയുടെ ഉണ്ട്, മതത്തിന്റെ ഉണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന്റെ ഉണ്ട്. അത്തരത്തിലുള്ള കളങ്ങൾക്കപ്പുറത്ത് മനുഷ്യർ എന്ന നിലയിൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ ജീവിതത്തെയും അത് പരാമർശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ സാഹിത്യവും. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല പ്രസിഡന്റ് E രാമചന്ദ്രൻ അധ്യക്ഷനായി. എഴുത്തോല KV കാർത്തികേയൻ മാസ്റ്റർ അവാർഡ് Dr. P സുരേഷ് MLAയിൽ നിന്ന് ഏറ്റുവാങ്ങി. ജനനിബിഡമെങ്കിലും നിശബ്ദത എന്ന നിരൂപണ ഗ്രന്ഥമാണ് തിരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും പുരസ്കാരവും അടങ്ങുന്നതാണ് അവാർഡ്. എഴുത്തോല കവികളുടെ കവി സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ചിത്രരചനാ വിജയികൾക്കുള്ള സമ്മാനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് Dr. CP ചിത്രഭാനു നൽകി. ആലങ്കോട് ലീലാകൃഷ്ണൻ, വനിതാ സാഹിത്യ ജില്ലാ സെക്രട്ടറി K സന്ധ്യ, KV സുധാകരൻ, Dr. P സുരേഷ്, സ്വാഗത സംഘം ചെയർമാൻ NM നാരായണൻ നമ്പൂതിരി, കൺവീനർ IMA സതീശൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലത്തെ അധ്യാപക പ്രസ്ഥാനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നടന്ന KV കാർത്തികേയൻ വിട പറഞ്ഞിട്ട് 7 വർഷമായി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തോല മാസികയുടെ മുഖ്യപത്രാധിപരുമായിരുന്നു. എൻ്റെ പാണ്ടിക്കാട് കൂട്ടായ്മ പാണ്ടിക്കാട്ട് യുദ്ധം അനുസ്മരണ സമ്മേളനം നടത്തി. 1921 നവംബർ 14 നടന്ന പാണ്ടിക്കാട്ട് ചന്തപ്പുര യുദ്ധത്തിന് ഉചിതമായ സ്മാരകങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു.
ടൗണിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC രമേശ ഉദ്ഘാടനം ചെയ്തു. 1921 നവംബർ 14 പാണ്ടിക്കാട് യുദ്ധം നടന്നത്. മലബാറിന്റെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൽ ധീരോദാത്തമായ ഏടായി മാറിയ യുദ്ധം ബ്രിട്ടീഷുകാർക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള യുദ്ധത്തിന് ഉചിതമായ സ്മാരകം എന്നത് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. എന്റെ പാണ്ടിക്കാട് കൂട്ടായ്മ നടത്തിയ യുദ്ധ അനുസ്മരണത്തിലെ പ്രധാന ചർച്ചാ വിഷയവും സ്മാരകം സംബന്ധിച്ചായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC രമേശ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആ സ്മാരകം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങളുടെയൊക്കെ ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ അതിൻ്റെ പിന്തുണ നിങ്ങളോടൊക്കെ അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മളെ മക്കൾ ചോദിക്കുമ്പോൾ ഒരു സ്മാരകം കാണിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് അവർ ചോദിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥ ഇനി മുതൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ അത് വളരെയധികം ഭംഗിയാക്കി നമുക്ക് ഈ 103 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നു. P. മുജീബ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീവിദ്യ, CK അബ്ദുൽ അസീസ് എന്നിവർ വിഷയാവതരണം നടത്തി. ഡോക്ടർ ഗോപു, KV ബഷീർ, AT ഇസ്മായിൽ, CP നഹാസ്, മുഹമ്മദ് മാനു, നാസർ ഡിബോണ, VP ഷിബു, അൻസാർ കൊടശ്ശേരി, കുഞ്ഞു കട്ടക്കുളം, അഞ്ചില്ലൻ കുഞ്ഞു, VP റിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ആര്യവൈദ്യൻ PM നമ്പൂതിരി അനുസ്മരണ സമ്മേളനവും ആയുർരത്ന അവാർഡ് ദാനവും ഞായറാഴ്ച രാവിലെ 10 മണ്ണാർക്കാട് നമ്പൂതിരീസ് ആർക്കേഡിൽ നടത്തും. പത്മശ്രീ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മണ്ണാർക്കാടിന്റെ 40 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശങ്ങളിൽ നടന്നെത്തി ചികിത്സ നടത്തിയിരുന്ന നമ്പൂതിരി മണ്ണാർക്കാട്ടുകാരുടെ ആശ്രയമായിരുന്നു. നമ്പൂതിരിയുടെ 106ാം ജന്മദിനമായ ഞായറാഴ്ചയാണ് അനുസ്മരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10 പത്മശ്രീ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്യും. ആയുർരത്ന അവാർഡ് നേടിയ ഡോക്ടർ D. രാമനാഥന് അവാർഡ് സമ്മാനിക്കും. പ്രൊഫസർ സാബു ഐപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തും. ജൂബിലി ആഘോഷിക്കുന്ന മണ്ണാർക്കാട് KTM ഹൈസ്കൂളിലെ 2 വിദ്യാർത്ഥികളുടെ പഠനസഹായത്തിനുള്ള ആദ്യ ഗഡു ചടങ്ങിൽ നൽകുമെന്ന് ഡോക്ടർ P. സതീശൻ, P. ഹരിദാസൻ, PM ദിനേശൻ എന്നിവർ അറിയിച്ചു. ആര്യവൈദ്യൻ PM നമ്പൂതിരി, അതായത് ഞങ്ങളുടെ അച്ഛൻ 106ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു അനുസ്മരണ സമ്മേളനം നമ്പൂതിരീസ് ആർക്കേഡിൽ വെച്ചിട്ട് ഈ 17-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ശേഷം നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് 2004 അദ്ദേഹം മരിച്ചതിന് ശേഷം 20ാമത്തെ അനുസ്മരണ സമ്മേളനമാണിത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷനായിട്ട് വരുന്നത് ഇവിടെ മുനിസിപ്പാലിറ്റി സ്ഥിരം വികസന സമിതി ചെയർമാൻ ബാലകൃഷ്ണൻ, അതായത് ബാലു ആണ്. ബാലുവിൻ്റെ അധ്യക്ഷതയിൽ കേരളത്തിലെ കഥകളി രംഗത്തെ ആചാര്യനായ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പയ്യനിടം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ നിർമ്മാണം പൂർത്തിയായി. 20 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ മാസം 24 പന്തൽ സമർപ്പിക്കും. 38 ഇരുമ്പുകാലുകളിലാണ് നടപ്പന്തൽ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് വെയിലും മഴയും ഏൽക്കാതെ തൊഴാനുള്ള സൗകര്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത്. കാണിപ്പയൂർ സ്മിതേഷ് നമ്പൂതിരിയാണ് വാസ്തു തയ്യാറാക്കിയത്. നടപ്പന്തൽ നിർമ്മിക്കാനായി ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന ആൽമരം മുറിച്ച് പഴയ ആൽത്തറ പൊളിച്ച് പുതിയത് നിർമ്മിച്ചു. ക്ഷേത്രമുറ്റത്ത് കല്ല് പതിക്കുന്ന ജോലിയും പൂർത്തിയാക്കി. മുറ്റത്ത് കല്ലുവിരിക്കൽ ഉൾപ്പെടെയുള്ള ജോലിക്ക് 24.5 ലക്ഷം രൂപയാണ് ചെലവായത്. ക്ഷേത്രത്തിൽ നമ്മുടെ പരിടത്തിലുള്ള ക്ഷേത്രത്തിൽ വർഷങ്ങളായി പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് നടത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും നടപ്പന്തൽ നിർമ്മിക്കുക എന്നുള്ളതൊരു പ്രധാന നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ 4 മാസത്തിനുള്ളിലാണ് തീർപ്പാക്കിയിട്ടുള്ളത്. കാണിപ്പയ്യൂർ സ്മിതേഷ് നമ്പൂതിരിയുടെ പ്ലാൻ അനുസരിച്ച് ഒറ്റപ്പാൽ തന്നെ അമ്പലങ്ങളിലും ഇതുപോലെ നടപ്പന്തലുകൾ ചെയ്ത് പരിചയമുള്ള റൂഫിംഗ് എന്ന കമ്പനിയാണ് നമ്മുടെ ഉത്തരവാദിത്തത്തോടെ ഭംഗിയായിട്ട് നടത്തി തന്നുള്ളത്. ഏകദേശം 21-22 ലക്ഷം രൂപ ഇതിന് ചെലവ് വന്നിരിക്കുന്നു.
കല്ലുകളൊക്കെ പൊന്തിക്കിടന്നതൊക്കെ പുനഃക്രമീകരിക്കലടക്കം ഇതെല്ലാം കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയും ക്ഷേത്രത്തിൽ ഇനി ഭക്തജനങ്ങൾക്ക് കെട്ടുന്നറ, അതുപോലെ സപ്താഹത്തിന് പന്തൽ, വിവാഹം എല്ലാം ഭംഗിയായിട്ട് നടത്താൻ ഒരു വിഷമം കൂടാതെ നടത്താൻ സാധിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറേ കുടുംബങ്ങളിൽ നിന്ന് കിട്ടാണ്ട് തട്ടത്തിലെ എല്ലാ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ സഹകരണം കൊണ്ട് തന്നെയാണ്, ജനങ്ങളുടെ സഹകരണം കൊണ്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. 24-ന് തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പന്തൽ സമർപ്പിക്കും. ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ പടിപ്പുരയ്ക്കൽ, സെക്രട്ടറി കെ രാധാകൃഷ്ണൻ കാട്ടുരായിൽ, ട്രഷറർ കെ സുകുമാരൻ എന്നിവരാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ കൂരുടി മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം നവംബർ 16 മുതൽ 24 വരെ നടക്കും. ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യനെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗത്ത് പനമണ്ണ കൂരുടി മഹാശിവക്ഷേത്രത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം നവംബർ 16 മുതൽ 24 വരെ നടക്കുന്നത്. യജ്ഞത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വിശിഷ്ടാതിഥികൾ ഭദ്രദീപം കൊളുത്തി നിർവഹിക്കും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, സാമൂതിരി രാജ പ്രതിനിധി അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ, ഗുരുവായൂർ മുൻ മേൽശാന്തി ഡോക്ടർ ശ്രീനാഥ് പൊട്ടക്കുഴി എന്നിവർ വിശിഷ്ടാതിഥികളാകും. ഇത്തവണ കോഴിക്കോട് യജ്ഞാചാര്യൻ ഭാഗവത സുധാംശു ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയാണ് ഈ കുറിയത്തെ യജ്ഞാചാര്യൻ. നവംബർ 16 മുതൽ നവംബർ 24 വരെ നടത്തുന്ന ഈ ഭാഗവത മഹാസപ്താഹ യജ്ഞം വളരെ വിജയകരമായി നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് 5-ന് യജ്ഞാചാര്യനെ പൂർണ്ണകുംഭം നൽകി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങ് നടക്കും. ഭാഗവത മഹാത്മ്യത്തിനും തുടക്കമാകും. 2024 നവംബർ 14 തീയതി വൈകിട്ട് 5 മണിക്കാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ. അതായത് നാളെ ഭദ്രദീപം തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുന്നത്. ശേഷം 2024 നവംബർ 17 തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ആചാര്യവന്ദനത്തോട് കൂടിയിട്ട് യജ്ഞാചാര്യനെ പൂർണ്ണകുംഭം നൽകി ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങോട് കൂടിയിട്ടാണ് സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ 24 തീയതി വരെ 2024 നവംബർ 24 ഞായറോട് കൂടിയിട്ടാണ് ഇതിൻ്റെ സപ്താഹത്തിൻ്റെ അവസാനം. അതിനുള്ള ദിവസങ്ങളിലെല്ലാം അമ്പലത്തിൽ, ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ സ്റ്റേജിൽ നടക്കുന്നതാണ്. നവംബർ 24 ഞായറാഴ്ച സപ്താഹ ജ്ഞാന യജ്ഞത്തിന് സമാപനമാകും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ജീർണോദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി PS മധുസൂദനൻ, പ്രസിഡന്റ് KS ചന്ദ്രൻ, രക്ഷാധികാരി A സതീഷ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ C സജിത്ത്, P രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിലെ ചെറിയപ്പാടം വലിയകുളം നവീകരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23 ലക്ഷം രൂപ കുളം നവീകരണത്തിന് അനുവദിച്ചു. പഞ്ചായത്തിലെ പ്രധാന കുളങ്ങളിലൊന്നായ വലിയ കുളം നാശത്തിന്റെ വക്കിലാണ്. പള്ളിക്കുന്ന് ചെറിയപാടത്തെ കൃഷിക്ക് ജലസേചനവും പ്രദേശത്തുകാർക്ക് കുളിക്കാനുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പരേതനായ മണ്ണറോട്ടിൽ അസീസിന്റെ കുടുംബമാണ് ഏതാണ്ട് 30 സെന്റ് വിസ്തൃതിയിലുള്ള കുളം നിർമ്മിച്ചത്. ഏക്കർ കണക്കിന് ഭൂമിയിലേക്കുള്ള ജലസ്രോതസ്സും ഈ കുളമായിരുന്നു. പ്രദേശത്തെ കുട്ടികൾ നീന്തൽ പരിശീലിച്ചിരുന്നതും ഇവിടെയാണ്. പഞ്ചായത്ത് തല നീന്തൽ മത്സരങ്ങൾക്കും ഈ കുളം വേദിയാവാറുണ്ട്. ക്രമേണ കൃഷിയില്ലാതായതോടെ കുളം പരിചരിക്കാതെ കാടും പായലും കെട്ടി നശിച്ചു തുടങ്ങി. കുളം നവീകരിച്ചാൽ പ്രദേശത്തുകാർക്ക് കുളിക്കാനും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പരിശീലനം നടത്താനും കുളം ഉപകരിക്കുമെന്ന നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ മുൻകൈയെടുത്താണ് തുക വകയിരുത്തിയത്. കുളത്തിന്റെ എസ്റ്റിമേറ്റ്, സൈറ്റ് പ്ലാൻ എന്നിവ പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്കിൽ സമർപ്പിച്ചിട്ടുണ്ട്. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ 16-ാം വാർഡിൽ ചെറിയപ്പാടം കുളം എന്നുള്ള പേരിലാണ്, ഈ വലിയ കുളം എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ അസീസ്, മണ്ണറോട്ടിൽ അസീസ് സാഹിബിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ഈ കുളം നിർമ്മിക്കപ്പെട്ടത്. അദ്ദേഹം തന്നെ സ്ഥലം 30 സെൻറ്റോളം സ്ഥലം കൊടുത്ത് അദ്ദേഹം നിർമ്മിച്ച കുളമാണിത്. കുറേ കുട്ടികൾ, കുമരമ്പത്തൂർ പഞ്ചായത്തിലെ വളരെയധികം കുട്ടികൾ നീന്തി പഠിച്ച് അതുപോലെ തന്നെ നീന്തൽ മത്സരങ്ങൾ നടന്ന കുളമാണ് ഈ കുളം. എങ്കിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന് ക്യാഷ് വകയിരുത്തിയിട്ടുണ്ട്.
ഏകദേശം 26 ലക്ഷം രൂപയോളം ഇതിനിപ്പോൾ സാങ്ഷനായി കിട്ടിയിട്ടുണ്ട്. താമസിയാതെ ടെൻഡർ നടപടിയിലേക്ക് പഞ്ചായത്ത് നീങ്ങുന്നുണ്ട്. കുമരപുത്തൂർ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ നല്ല രീതിയിൽ ഈ കുളം പുനർനിർമ്മിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. വലിയകുളം നവീകരിച്ചാൽ പള്ളിക്കുന്ന് പ്രദേശത്തുകാരുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് സഫലമാവുക എന്ന് നാട്ടുകാരായ കാസിം ഹാജി, മുഹമ്മദ് അലി മണ്ണറോട്ടിൽ എന്നിവർ പറഞ്ഞു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. സർവീസിലുള്ളവരും വിരമിച്ചവരുമായ ഒരു കൂട്ടം അധ്യാപകരുടെ നേതൃത്വത്തിൽ കല്ലടിക്കോട് കേന്ദ്രമായി രൂപീകരിച്ച സമന്വയ കലാസാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നവംബർ 16 നടക്കും. വൈകിട്ട് 5 മണിക്ക് കല്ലടിക്കോട് AK ഹാളിലാണ് ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കലാസാഹിത്യ സാംസ്കാരിക വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമാണ് സമന്വയ കലാസാംസ്കാരിക വേദി രൂപീകരിച്ചിട്ടുള്ളത്. സാംസ്കാരിക സമ്മേളനം, നൃത്തപരിപാടി, P. ഭാസ്കരൻ ഗാനമാലിക, പുസ്തക പ്രകാശനം എന്നിവ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കും. പ്രശസ്ത സാഹിത്യകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും. പിന്നണി ഗായിക ഉത്തരാപാട്ടത്തിൽ വൈഷ്ണവി ഉണ്ണികൃഷ്ണൻ എന്നിവരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉള്ള ആൾക്കാരെയും ചേർത്തുകൊണ്ട് ഒരു സമിതിയായിട്ട് നമ്മൾ അതിന് രൂപം കൊടുത്തിരിക്കുകയാണ്. ഈ വരുന്ന 16-ാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കല്ലടിക്കോട് AK ഹാളിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ ചെയർമാനായിട്ടുള്ള മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശസ്ത സാഹിത്യകാരനുമായ ശ്രീ വൈശാഖൻ മാസ്റ്റർ നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരൊക്കെ ചടങ്ങിൽ പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ, സമന്വയ പ്രസിഡന്റ് CK ജയശ്രീ, സെക്രട്ടറി VP ജയരാജൻ, ട്രഷറർ KS സുധീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മഞ്ചേരി ഉപജില്ലാ സ്കൂൾ മേളകളിൽ മികവ് പ്രകടിപ്പിച്ച പാണ്ടിക്കാട്ട് ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് AUP സ്കൂൾ വിദ്യാർത്ഥികളെ മാനേജ്മെന്റും സ്റ്റാഫ് കൗൺസിലും PTA കമ്മിറ്റിയും ചേർന്ന് അനുമോദിച്ചു. ഉപജില്ലാ കലോത്സവത്തിൽ അറബിക് മേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് വിദ്യാലയം കൈവരിച്ചത്. മഞ്ചേരി ഉപജില്ലാതല സ്കൂൾ മേളകളിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് AUP സ്കൂൾ കൈവരിച്ചത്. കലോത്സവത്തിൽ UP വിഭാഗം അറബിക് മേളയിൽ ഓവറോൾ ചാമ്പ്യൻ, സംസ്കൃതോത്സവത്തിലും ഓവറോൾ വിഭാഗത്തിലും 4ാം സ്ഥാനം, സാമൂഹ്യശാസ്ത്രമേളയിൽ ഓവറോൾ 3ാം സ്ഥാനം തുടങ്ങിയ നേട്ടങ്ങളാണ് വിദ്യാലയം കൈവരിച്ചത്. ഇതേ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ്, സ്റ്റാഫ് കൗൺസിൽ, PTA എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അനുമോദനമൊരുക്കിയത്. പ്രഥമാധ്യാപിക K. റംലത്ത് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് യൂനസ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ മണികണ്ഠൻ, ഉഷാദേവി, സീനിയർ അസിസ്റ്റന്റ് രേണുക, ബിന്ദു, TH കരീം, PTA അംഗങ്ങളായ PK ജലീൽ, NP സൈനുദ്ദീൻ, MTA പ്രതിനിധി രജിത, K. അബ്ദുൽ ഷുക്കൂർ, AP അബ്ദുൽ സലാം, മറ്റു PTA, MTA ഭാരവാഹികൾ, അധ്യാപകർ, മുൻ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഇനി വാണിജ്യം. കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഉൾപ്പെടെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിലൊരുക്കി ബേബി മാൾ അലനല്ലൂർ മണ്ണാർക്കാട് റോഡിൽ സഫ ജ്വല്ലറിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനം ഉടമയുടെ പിതാവ് ചക്കംതൊടി യൂസഫ് ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ബ്രാൻഡുകളുടെ മികവുറ്റ വസ്ത്രശേഖരവും ബേബി കെയർ പ്രൊഡക്റ്റുകളും ബേബി മാളിൽ ഉണ്ട്. ബേബി ഡ്രസ്, ബേബി വാക്കർ, ടോയ്സ്, കോസ്മെറ്റിക്സ്, ബേബി കെയർ പ്രൊഡക്റ്റുകൾ തുടങ്ങി ന്യൂബോൺ ബേബീസിനാവശ്യമായതും 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ട്രെൻഡ് ആൻഡ് ഫാഷൻ വസ്ത്രങ്ങളുടെയും നൂതന കളക്ഷനുകളാണ് ബേബി മാളിൽ ഒരുക്കിയിട്ടുള്ളത്.
സ്ഥാപനം ഉടമയുടെ പിതാവ് ചക്കന്തൊടി യൂസഫ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സജന സത്താർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടാക്, വ്യാപാരി നേതാക്കളായ മുഫീന ഏനു, ഷമീം കരുവള്ളി, പൂതാനി നസീർ ബാബു തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും മാനേജ്മെന്റ് അംഗങ്ങളും സ്റ്റാഫും ചടങ്ങിൽ പങ്കെടുത്തു. എൻ ഷംസുദ്ദീൻ MLA ആദ്യ വിൽപ്പന നിർവഹിച്ചു. ആറ് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ട്രെൻഡ് ആൻഡ് ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിലുള്ളത്. ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ ബജറ്റിന് ഇണങ്ങുന്ന വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ബേബി മാൾ അലനല്ലൂരിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. എടത്തനാട്ടുകര കരിവള്ളി ഷോപ്പിംഗ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ബേബി മാളിന്റെ സഹോദര സ്ഥാപനമാണ് അലനല്ലൂരിലേത്. ചെർപ്പളശ്ശേരി MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രാൻഡ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടൊരുക്കിയ ഫ്ലൈറ്റ് ടു മലേഷ്യ ഓഫറിന്റെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച ഷോറൂമിൽ വെച്ച് നടന്ന നറുക്കെടുപ്പിലൂടെയാണ് ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തത്. ചെർപ്പളശ്ശേരി MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രാൻഡ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ഓഫറായിരുന്നു ഫ്ലൈറ്റ് ടു മലേഷ്യ. കഴിഞ്ഞ നവംബർ 3 വരെയായിരുന്നു ഈ ഓഫർ ഉണ്ടായിരുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവാഹിതരായ നവദമ്പതിമാരുൾപ്പെടെ നിരവധി പേരാണ് ഈ സമയം ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്തത്. ഇവരിൽ നിന്നുൾപ്പെടെയാണ് ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു. കാരാട്ടുകുറിശി സ്വദേശി സ്വാതിക്കാണ് മലേഷ്യയിലേക്ക് പറക്കാൻ ഭാഗ്യം ലഭിച്ചത്. ഇവർ നിശ്ചയിക്കുന്ന ഒരാൾക്കുകൂടി ഒപ്പം പോകാം. MA സൺസ് ജ്വല്ലറിയെ MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് മാറ്റി വളരെ വിപുലമായ ഒരു ഷോറൂം ആക്കി തുറന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു റീഇന്നോവേഷൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടത്തിയത്. റീഇന്നോവേഷന് ശേഷം കഴിഞ്ഞ നവംബർ മാസം 3-ാം തീയതി വരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്ത നവദമ്പതികളുടെ നറുക്ക് എടുത്തിട്ടാണ് ഇന്നിവിടെ സമ്മാനാർഹമായ സ്വാതി എന്ന പേരുള്ള ആളുടെ നറുക്ക് എടുത്തിട്ടുള്ളത്. ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്മാനം അർഹമായി നേടിയ സ്വാതിയെ ഈ അവസരത്തിൽ ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം MA സൺസ് ജ്വല്ലറിയുടെ വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓരോ സ്ഥാപനത്തിൻ്റെയും വിജയം ആ സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ്. MA സൺസിലും അതുപോലെ തന്നെയാണ് വളരെ കുറഞ്ഞ കാലയളവിൽ ഇത്രയും വലിയ ഒരു എക്സ്പാൻഷൻ നടത്താൻ കഴിഞ്ഞത്. വളരെ ആത്മാർത്ഥമായ ഒരു കൂട്ടം ആളുകളുടെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇനിയും MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ. സ്വർണ്ണ വ്യാപാര രംഗത്ത് വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയത്താണ് ഈ സമ്മാന പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്കറിയാം, ഈ സ്വർണത്തിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യതിയാനം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലുള്ള ഈ വിലയല്ല ഈ ആഴ്ചയുള്ളത്. ഒരു 400 രൂപയുടെയൊക്കെ ഗ്രാമിനുള്ള വ്യത്യാസമാണ്. ഈ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തും ഇതേപോലെയുള്ള സമ്മാന പദ്ധതികൾ വളരെ സത്യസന്ധമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിനെ ഈ സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് ചെപ്പശ്ശേരി ആൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചൻ്റ് അസോസിയേഷൻ ചെപ്പശ്ശേരി യൂണിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ചെപ്പശ്ശേരി MA സൺസ് ജ്വല്ലേഴ്സ് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. MA സൺസ് മാനേജിംഗ് ഡയറക്ടർ M മുഹമ്മദ് കുട്ടി,
ഡയറക്ടർമാരായ ഷഹിൻസ, സഫ്വാൻ, AKGS MA ചെർപ്പളശ്ശേരി യൂണിറ്റ് സെക്രട്ടറി KV ജലീൽ തുടങ്ങിയവരും എംഎസ്എൻസ് മാനേജർമാരും സ്റ്റാഫും ചടങ്ങിൽ സന്നിഹിതരായി. നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മളെ ഗ്രാൻഡ് എക്സ്പാൻഷൻ എംഎസ്എൻസിൻ്റെ ഗ്രാൻഡ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്ന് പ്രഖ്യാപിച്ചിരുന്ന ഫ്ലൈറ്റ് ടു മലേഷ്യ ഒരു നീണ്ടൊരു ക്യാമ്പയിനായിരുന്നു, ഒരു ഓഫറിൻ്റെ. അതിൽ ഒരുപാട് നല്ല സഹകരണമാണ് നമുക്ക് ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഒരുപാട് കസ്റ്റമേഴ്സ് അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അതിൽ ഏറ്റവും സന്തോഷം നൽകിയത് ഈ കഴിഞ്ഞൊരു 4-5 മാസം കാലയളവിൽ വിവാഹം കഴിഞ്ഞ നവദമ്പതിമാരായിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് ടു മലേഷ്യ ഓഫറിൽ അധികവും പങ്കെടുത്തിരുന്നത്. എല്ലാവർക്കുമുള്ള ഓഫർ തന്നെ ആയിരുന്നു ഇത്. എന്നാലും ന്യൂ കപ്പിൾസ് ഇതിൽ പങ്കെടുത്തു. ഒരുപാട് കപ്പിൾസുകൾ ഇതിൽ വന്നു എന്നുള്ളത് എംഎസ്എൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞൊരു സീസണിൽ അത്യാവശ്യം നല്ല നമ്മൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു കല്യാണങ്ങൾ നമുക്ക് എംഎസ്എൻസിന് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ അടുത്ത വരാനിരിക്കുന്ന ഓഫറുകൾ വൈകാതെ തന്നെ നമ്മൾ പ്രഖ്യാപിക്കും. ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് നിരവധി ഓഫറുകൾ വരാനിരിക്കുന്നുണ്ട്. 38 വർഷം പഴക്കമുള്ള ജ്വല്ലറിയാണ് നമ്മുടെ. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നുള്ള ഫാദർ തുടങ്ങിയ സംരംഭം. അതിൻ്റെ ഒരു എല്ലാ നിലക്കും, സ്വന്തം നാട് എന്നുള്ള നിലക്കും ഇവിടെ ഫാദർ തുടങ്ങുന്ന കാലം മുതലേക്കുള്ള കസ്റ്റമേഴ്സ്, പഴയതും പുതിയതും ആയിട്ട് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ 2-3 കൊല്ലത്തിന് ഇടയിൽ നല്ലൊരു റെസ്പോൺസും, അതേപോലെ എംഎസ്എൻസ് പോയെടുക്കാം, എംഎസ്എൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ വരണം, ഷോപ്പ് കാണണം, എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എടുക്കണം എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷത്തിൽ ഞങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു. കാരണം അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ മാർക്കറ്റാണ് ചെർപ്പളശ്ശേരി എന്നുള്ളത്. അവിടെ നമ്മളതായിട്ടുള്ള ബ്രാൻഡിങ് എന്നുള്ളത് ചെർപ്പളശ്ശേരിയിലെ ആദ്യത്തെ ജ്വല്ലറിയാണ് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ബെസ്റ്റ് പെർഫോമറായി സെയിൽസിൽ നിന്നും വിഷ്ണുവിനെയും മാർക്കറ്റിംഗിൽ നിന്ന് അനസിനെയും തിരഞ്ഞെടുത്തു. ഇവർക്കും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ലോകോത്തര ശ്രേണിയിലുള്ള സ്വർണ്ണ വജ്ര ആഭരണങ്ങളുടെ കളക്ഷനും ആധുനിക ഷോപ്പിംഗ് സൗകര്യങ്ങളുമാണ് എംഎസ്എൻസിലുള്ളത്. സ്പെഷ്യൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ, കിഡ്സ് കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലി എന്നിവയെല്ലാം എംഎസ്എൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകതകളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശരണമന്ത്രധ്വനികളുമായി മണ്ഡലകാല വ്രതാരംഭത്തിന് ശനിയാഴ്ച തുടക്കം. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് ഭക്തരെ വരവേൽക്കാൻ ഒരുങ്ങി. പാണ്ടിക്കാട് പൂളമണ്ണയിൽ വീണ്ടും മോഷണ ശ്രമം. ഹാർഡ്വെയേഴ്സ് കടയുടെ പൂട്ട് തകർത്ത നിലയിൽ പ്രദേശത്ത് മോഷണം പതിവാകുന്നതിൽ പ്രതിഷേധം ശക്തം. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. നദികളിൽ കെട്ടിക്കിടക്കുന്ന മണൽ വാരാൻ നടപടികൾ വേഗത്തിലാക്കണമെന്നും അസോസിയേഷൻ. പട്ടാമ്പി നിളയോരത്തെ ടൗൺ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. പാർക്കിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾ തുടങ്ങി. അടുത്ത മാസം പാർക്ക് തുറന്നു നൽകിയേക്കും. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം. കിടപ്പലത്ത് നടന്നുവന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.